ഈ ഒരു ജനറേഷനിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ ഈ ഒരു ഹൃദയാഘാതം ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന്. ഒരു കാരണം മാത്രം പറയാതെ അതിന്റെ മുഴുവൻ കാരണങ്ങളും പറയാം. ഒന്ന്, സ്ട്രെസ് ഇതിനൊരു കാരണമാണ്. സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട്, അതായത് സ്ട്രെസ് കുറച്ചാൽ അറ്റാക്കിന്റെ സാധ്യതയും കുറയും എന്ന് കേട്ടിരിക്കുന്നു, അത് സത്യമാണോ? ഡെഫിനറ്റ്ലി കുറയും. സ്ട്രെസ് കുറച്ചാൽ അറ്റാക്ക് എന്ന് മാത്രമല്ല, ഒരുവിധപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതുമാണ്. ഉണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ട്, സ്ട്രെസ് കാരണം അത് കൂടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞു, ഹാർട്ട് അറ്റാക്കിന് കാരണങ്ങളായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ബ്ലഡ് പ്രഷർ. രണ്ട്, ഹൈ കൊളസ്ട്രോൾ ലെവൽ. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റിക്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്, ചികിത്സിക്കാത്ത ഡയബറ്റിക്. പിന്നെ ഒബിസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം. ഇത് കൂടാതെ ഫാമിലിയൽ, അതായത് ജനറ്റിക്കലി തന്നെ ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്, എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, എനിക്ക് പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും മെലിഞ്ഞിരുന്നാലും കൊളസ്ട്രോൾ ഇല്ലെങ്കിലും ഷുഗർ ഇല്ലെങ്കിലും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. മെയിൻ പോയിന്റ് ആണ്. കാരണം എല്ലാവരും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന പലരും ആ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, സ്ട്രോക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം നമുക്ക് പലർക്കും ഇൻബോൺ ആയിട്ട് ജനറ്റിക്കലി തന്നെ ഹാർട്ടിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരായിരിക്കും.